എസ് മഹേഷ് കുരുക്കളുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായി 7-ാം നൂറ്റാണ്ടിലെ വേണാടിന്റെ കഥ പറയുന്ന സിനിമയാണ് കാളിയൻ. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ചിത്രീകരണം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നോക്കാം, ആരായിരുന്നു കാളിയൻ, എന്തായിരുന്നു കാളിയൻ? 17-ാം നൂറ്റാണ്ടിൽ വേണാട് ജീവിച്ചിരുന്ന 8 വീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയും രാജാവിന്റെ അതിവിശ്വസ്തനുമായ മന്ത്രിമുഖ്യനായിരുന്നു ഇരവിക്കുട്ടിപ്പിള്ള. ഇരവിക്കുട്ടിപ്പിള്ളയുടെ സുഹൃത്തും സന്തത സഹചാരിയും വലങ്കയുമായിരുന്നു കാളിയൻ. കുട്ടിപ്പിള്ളയും കാളിയനും ചേർന്ന് യുദ്ധം ചെയ്താൽ അതിനെ തടുക്കാവുന്ന ഒരു ശക്തി മദാട് ദേശത്തോ വേണാടിന് പുറത്തോ ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ ഇവരുടെ ബന്ധത്തിലും ശക്തിയിലും വേണാട് ദേശത്തുള്ള മറ്റു ചില മന്ത്രിമാരും മധുരൈ നായ്ക്കർ എന്ന രാജാവും അസ്വസ്ഥരായിരുന്നു. വേണാട് ദേശവുമായുള്ള യുദ്ധമാണ് മധുരൈ നായ്ക്കരെ അസ്വസ്ഥനാക്കിയതെങ്കിൽ കുട്ടിപ്പിള്ളയുടെയും കാളിയന്റെയും വളർച്ചയായിരുന്നു വേണാട് ദേശത്തിലെ മറ്റു മന്ത്രിമാരെ അലട്ടിയിരുന്നത്. ഇരവിക്കുട്ടിപ്പിള്ളയെയും കാളിയനെയും നശിപ്പിക്കുന്നതിനു വേണ്ടി ഇവർ ചില നീക്കങ്ങൾ നടത്തുകയായിരുന്നു. ഈ പദ്ധതികളുടെ ഭാഗമായി ഇരവിക്കുട്ടിപ്പിള്ളയെയും കാളിയനെയും തമ്മിൽ പിരിക്കുന്നതിനു വേണ്ടി അവർ ചില നീക്കങ്ങൾ നടത്തുകയായിരുന്നു. ഒരു നാൾ രാജാവിന്റെ ഉടവാളുമായി ദൂരദേശത്തുള്ള അമ്പലത്തിലേക്ക് പൂജയ്ക്ക് വേണ്ടി പോകേണ്ടി വന്ന കാളിയന് ഇരവിക്കുട്ടിപ്പിള്ളയെ വേണാട് തനിച്ചാക്കി പോകേണ്ടി വന്നു. ഈ സന്ദർഭം മുതലെടുത്ത് മധുരൈ നായ്ക്കരുടെ ഒരു സൈന്യം വേണാടിനെ വീണ്ടും ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഇരവിക്കുട്ടിപ്പിള്ളയെ വകവരുത്തുകയും ഇരവിക്കുട്ടിപ്പിള്ളയുടെ തലയറുത്ത് മധുരദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇല്ലാത്ത ഇരവിക്കുട്ടിപ്പിള്ളയുടെ മൃതദേഹവുമായി കുതിര മടങ്ങി കൊട്ടാരത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതറിഞ്ഞെത്തിയ കാളിയൻ ഇരവിക്കുട്ടിപ്പിള്ളയുടെ തലയുമായി മാത്രമേ താൻ മടങ്ങി വരൂ എന്ന ഉറച്ച ശബ്ദവുമായി മധുരദേശത്തേക്ക് പുറപ്പെടുകയായിരുന്നു. 3 ആയുധങ്ങളുമായി മധുരൈ കൊട്ടാരത്തിലേക്ക് ഇരിച്ചു കയറിയ കാളിയൻ പ്രധാന സൈനികരെയും കാവൽക്കാരെയും എല്ലാം വകവരുത്തുകയായിരുന്നു. ഈ ധീരമായ പോരാട്ടം കണ്ട് മധുരൈ ദളപതി കാളിയനോട് ചോദിക്കുകയാണ്, എന്താണ് യോദ്ധാവെ താങ്കൾക്ക് വേണ്ടത്? മുഴക്കുന്ന ശബ്ദത്തിലാണ് കാളിയൻ ഇതിനു മറുപടി നൽകിയത്. കാളിയൻ പറഞ്ഞു, അടവ് പഠിപ്പിച്ചത് ഇരവിയാണ് തമ്പുരാനെ. നായ്ക്കരുടെ സംഘത്തിൽ ഇനിയും വീരന്മാരുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ, 10 കൊന്നോ 100 കൊന്നോ. പക്ഷെ തിരുമലക്കോട്ടയുടെ കവാടത്തിൽ കാളിയൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടേ താൻ മടങ്ങുകയുള്ളൂ. വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും താൻ കൊടുത്ത വാക്കാണത്. ഞാൻ കാളിയൻ. ഇതു കേട്ട മധുരൈ ദളപതി ഇരവിക്കുട്ടിപ്പിള്ളയുടെ തലയും അവർ പിടിച്ചെടുത്ത ദേശവും തിരികെ നൽകുകയായിരുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ കാര്യമായ രേഖകളൊന്നും അവശേഷിക്കാത്ത ഈ ധീര യോദ്ധാവിനെ പറ്റിയാണ് കാളിയൻ എന്ന സിനിമ നമ്മളോട് സംസാരിക്കുന്നത്.